ഹരേ രാമ ഹരേ കൃഷ്ണ. മിഥുനമാസത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന നക്ഷത്രക്കാർ ഇവരാണ്. രാജയോഗത്തിൽ ഈ 8 നക്ഷത്രക്കാർ ആറാടും. രാജയോഗം എല്ലായ്പ്പോഴും അനുകൂലമായ ഫലങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അത് സാമ്പത്തികപരമായും ആരോഗ്യപരമായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കുന്നു. അതെല്ലാം രാജയോഗ ഫലപ്രകാരം മികച്ച സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. മിഥുനമാസത്തിൽ വന്നു ചേരുന്ന രാജയോഗം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ജൂൺ 15, അതായത് ഇന്ന് ആരംഭിക്കുന്ന മിഥുനമാസത്തിന് ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം മികച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുവാൻ കഴിയും. ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ 8 നക്ഷത്രക്കാർക്കാണ് രാജയോഗം വന്നു ചേരുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈ മിഥുനമാസത്തിൽ സന്തോഷത്തിലും സമ്പത്തിലും ആറാടുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിഥുനമാസം നൽകുന്നത് രാജയോഗത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങളുമാണ്. എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. സ്ഥിരമായി ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് വന്നു ചേരും. പൊതുവെ സന്തോഷത്തിൻ്റെതായ എല്ലാ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയുകയും ചെയ്യും. സാമ്പത്തികമായി നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രൊഫഷണൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും അല്പം താമസിച്ചാലും നിങ്ങളെ തേടി വരുന്നതാണ്. ആദിത്യൻ സഹായ സ്ഥാനത്തിലേക്ക് കിടക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഔദ്യോഗികമായി വളരെയധികം മെച്ചമുണ്ടാകും. കാര്യനിർവഹണം സുഗമമാകുന്നതാണ്. അധികാരികളുടെ പ്രീതിയും അംഗീകാരവും വന്നെത്തും. സ്ഥലം മാറ്റത്താൽ ക്ലേശിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. മറ്റൊരു അനുകൂല ഘടകം മിഥുനം 5 ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നു എന്നതാണ്. തന്മൂലം നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായും വളരെയധികം മെച്ചം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബ ബന്ധങ്ങളിലെ പിരിമുറുക്കത്തിന് അയവുണ്ടാകും. നിങ്ങളുടെ വാക്കുകളെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈശ്വര സ്വാധീനമുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും നല്ല ഫലപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഉന്നത പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മിഥുന മാസത്തിലെ രാജയോഗം നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും അനുകൂലമായി മാറുന്ന ഒരു സമയം കൂടിയാണ്. എന്നു പറഞ്ഞാൽ ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറുകയും ചെയ്യും. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള ബാധ്യതകളും തീരും. മാത്രമല്ല ജീവിതം തന്നെ വളരെയധികം സൗഭാഗ്യങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്യും. സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഇനി തോൽപ്പിക്കുവാൻ ആവില്ല. നക്ഷത്രനാഥനായ ശുക്രന്റെ മൗഢ്യാവസ്ഥ മാസത്തിന്റെ 3/4 പങ്കോളം തുടരുന്നത് ചില തിരിച്ചടികൾക്ക് കാരണമാകും. ചൊവ്വ മിഥുനം 5 മുതൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അക്കാരണത്താൽ വൈകാരിക ക്ഷോഭം അല്പമുണ്ടായേക്കാം. പ്രതികരണം വേഗത്തിലാകുകയും ചെയ്യും. മുൻപിൻപ് നോക്കാതെയാകും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത്. കലഹത്തിന് പ്രേരണ വന്നു ചേരുന്ന സമയമായതിനാൽ എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. ആദിത്യന്റെ അനുകൂലമായ സഞ്ചാരം മൂലം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെല്ലാം ഭംഗിയാക്കി നിങ്ങൾക്ക് നിർവഹിക്കുവാനും സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഒറ്റപ്പെട്ട അവസ്ഥയ്ക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കും. അവിവാഹിതരുടെ വിവാഹകാര്യം നീണ്ടുപോകും.
ദീർഘയാത്രകളും വന്നു ചേരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം വളരെയധികം സൗഭാഗ്യങ്ങളിലേക്ക് കുതിക്കുവാൻ പോകുന്നു. വിധിയെപ്പോലും തോൽപ്പിക്കുന്ന ഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ജോലിയിൽ പ്രമോഷനും അതുവഴിയുള്ള ശമ്പള വർധനവും നിങ്ങളെ തേടിയെത്തും. പൊതുവെ സന്തോഷത്തിന്റെ എല്ലാ ഫലങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. പ്രതിസന്ധികളെയെല്ലാം തന്നെ ഇല്ലാതാവുകയും ജീവിതം പൊതുവെ മാറ്റങ്ങളുടേതായി മാറുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും ആറാടും. നിങ്ങളുടെ ജന്മരാശിയിലും മുന്നിലും പിന്നിലുമുള്ള രാശികളിലും ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാണ്. വ്യാഴം രോഹിണി നക്ഷത്രത്തിലുണ്ട്. ആകയാൽ സമ്മർദ്ദങ്ങൾ അല്പം വന്നു ചേരും. നിങ്ങളുടെ സംസാരത്തിലുള്ള കഴിവ് കാര്യസാധ്യത്തിന് വഴിയൊരുക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ധന നേട്ടമായിരിക്കും സമ്മാനിക്കുക. വസ്തു, വീട് എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ വ്യവഹാരരഹിതമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രകൾക്ക് സാധ്യത വന്നു ചേരും. ബന്ധുക്കളുടെ പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപ്രദമാകുകയും ചെയ്യുന്നതാണ്. മകളുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം വന്നേക്കും. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. മിഥുന മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. രാജയോഗം നിങ്ങളെ സ്വാധീനിക്കും എന്നതിൽ യാതൊരുവിധ സംശയങ്ങളും വേണ്ട. തിരുവാതിര നക്ഷത്രക്കാരുടെ 12ലും ജന്മരാശിയിലും വ്യാഴം, ആദിത്യൻ എന്നിവ സഞ്ചരിക്കുന്നു. ബുധശുക്രന്മാർ ജന്മരാശിയിലുമുണ്ട്. നിങ്ങൾക്ക് വളരെയധികം സുഖഭോഗങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ്. വസ്തു വാങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത് അനുകൂലമായ അവസരമാണ് വന്നെത്തിയിരിക്കുന്നത്. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി നിങ്ങൾക്ക് ലഭിച്ചേക്കാം. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അവയെയൊക്കെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ്. യാത്രകൾ വളരെയധികം കൂടിയേക്കും. നിങ്ങളുടെ സഹോദരനിൽ നിന്നും വളരെയധികം സഹായങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ വിജയം കാണുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനോ നിങ്ങളുടെ ഗൃഹത്തിനുള്ള മോടി പിടിപ്പിക്കുവാനോ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ സ്ഥാപനത്തിൽ പഠിക്കുവാനുള്ള അവസരവും വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയം പലപ്പോഴും അനുകൂലമായ പല നേട്ടങ്ങളും സമ്മാനിക്കും. എല്ലാ രീതിയിലുമുള്ള പ്രതിസന്ധികളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതാണ് മിഥുന മാസത്തിൽ വന്നെത്തിയിരിക്കുന്ന രാജയോഗം. ഇത് നിങ്ങളിൽ ആരോഗ്യപരമായി മികച്ച നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. സന്തോഷപരമായ നിരവധി നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വന്നെത്തുക. നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങൾ വീട്ടുകയും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനും സഹായിക്കുന്ന ഒരു സമയമാണ് വന്നെത്തുന്നത്. നിങ്ങൾക്ക് വിവേകത്തോടെ പെരുമാറുവാനും ബഹുമാന്യത നേടുവാനും കഴിയുന്നതാണ്. നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെ നേടുവാനും സാധിക്കും. നിങ്ങളുടെ മക്കളുടെ ജോലിക്കാര്യത്തിൽ വളരെയധികം ഫലപ്രദമായ തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരുടെ മിഥുന മാസത്തിലെ രാജയോഗം കൊടികുത്തി വാഴുന്ന സമയമാണ്. എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ലഘുവായ പരിശ്രമങ്ങൾ കൊണ്ടുതന്നെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് വളരെയധികം ശോഭനമാകുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് അർഹമായ എല്ലാ അവസരങ്ങളും വന്നു ചേരും.
കുടുംബ വൃത്തങ്ങളിലും സാമൂഹിക രംഗത്തും സ്വാധീനം ഉയർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുപ്രവർത്തകർ അണികളുടെ വിശ്വാസമാർജിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ദിശാബോധം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സ്ത്രീകളിൽ നിന്നും പിന്തുണ വന്നുചേരും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കളുടെ സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ വളരെയധികം ഐക്യവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി വളരെയധികം ഉന്നമനത്തിലേക്ക് കുതിക്കുന്ന സമയമാണ് പൂരം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിരവധി ഫലങ്ങൾ മിഥുനമാസത്തിൽ വന്നുചേരും. സാമ്പത്തികപരമായി ഇതിലും നല്ല സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരില്ല. മിഥുന മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും എന്നതിൽ സംശയം വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പല മാറ്റങ്ങളിലും വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പ്രമോഷനും ശമ്പള വർധനവും ഈ മാസം മുതൽ നിങ്ങളുടെ കൈകളിലെത്തും. എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. കർമ്മരംഗത്ത് മത്സരബുദ്ധി പുലർത്തുന്നതാണ്. വിപണിയിൽ മുന്നേറുവാനുള്ള തന്ത്രങ്ങൾ വിദഗ്ധരുമായി കൂടിയാലോചിക്കും. സാങ്കേതികമായ വിദ്യാഭ്യാസത്തിന് പ്രവേശനം സിദ്ധിക്കുന്നതാണ്. മുതിർന്നവരോടും സജ്ജനങ്ങളോടും കലഹിച്ചേക്കും. രാഷ്ട്രീയത്തിലെ ഭിന്നപക്ഷങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും. പുതിയ തൊഴിലിനായി നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആശ്വാസകരമായേക്കില്ല. പ്രണയബന്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം വന്നു ചേരും. നിങ്ങളുടെ ആതിഥ്യ മര്യാദ പ്രശംസിക്കപ്പെടും. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള സാഹചര്യം അനുകൂലമായി വരുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമൊത്ത് ദീർഘദൂര യാത്ര നടത്തുവാനും തീർത്ഥാടന യാത്രയ്ക്കുമുള്ള അവസരം വന്നു ചേരുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഭാഗ്യ നക്ഷത്രം ഉദിച്ച ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. ജീവിതം തന്നെ മാറി മറിയുന്ന നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും അതീവ സന്തോഷത്തിലാക്കുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതിയിലെ മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുകയും ചെയ്യുന്നതാണ്. ധാരാളം ഭൂസ്വത്ത് സമ്പാദിക്കുവാൻ സാധ്യതയുണ്ട്. വീട് പണിയുക, വാഹനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. ചിലർക്ക് വിദേശത്ത് നല്ല രീതിയിൽ ധനസമ്പാദനം നടത്തുവാനുള്ള യോഗവും വന്നു ചേരും. സർവ്വ കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന കാലമാണ്. ജീവിത പങ്കാളി, ബിസിനസ് പങ്കാളി എന്നിവരിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുകയും ചെയ്യും. മനസ്സ്, അമ്മ, സുഖം, കീർത്തി എന്നിവയുടെ കാരകനാണ് ചന്ദ്രൻ. അതിനാൽ തന്നെ ഈ ദശയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും നടന്നു കിട്ടും. ചൊവ്വ, വ്യാഴം, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശകളിൽ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നടത്തേണ്ടതാണ്. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുവാനും പ്രത്യേകിച്ച് കേതുവും ഗുരുവും ഈ ദോഷങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കുന്നതാണ്. അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങൾ. ശ്രീകൃഷ്ണ, വിഷ്ണു, ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മൂലവും വ്യാഴവും ഒത്തുചേരുന്ന ദിവസം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.